കൊട്ടാരക്കര വാഹനാപകടത്തിൽ ഗുരുതരമായി 5 പേരാണ് ചികിത്സയിലുള്ളത്. ജിബിമോൾ, നവനീത് കൃഷ്ണ, ഋഷഭ്, ലോറി ഡ്രൈവർ നിസാം എന്നിവർ കൊല്ലത്ത് വിവിധ ആശുപത്രികളിലായി ചികിത്സയിലാണ്. ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥി കൗശികിനെ തിരുവനന്തപുരം അനന്തപുരി ആശുപത്രിയിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റി. അതേസമയം മരിച്ച 3 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു. നിതിൻ തോമസ് ചേരുന്നുണ്ട് വിശദവിവരങ്ങളുമായി. നിതിൻ, ഈ മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ ആരംഭിച്ചോ? മറ്റ് വിവരങ്ങൾ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? മോത്തി 3 പേർക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചത്. 3 പേരുടെയും ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വെച്ച് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഈ താലൂക്ക് ആശുപത്രി മോർച്ചറി പരിസരത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അവിടെ 3 പേരുടെയും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. പാർത്ഥിബ്, അതുപോലെ തന്നെ 15 വയസ്സുകാരനായ പാർത്ഥിബ്, അതുപോലെ തന്നെ അജയൻ ആചാരി, ഹരിലാൽ എന്നിവരുടെയാണ് ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോൾ പൂർത്തീകരിക്കുന്നത്. ബാക്കി 5 പേർക്കാണ് ഗുരുതരമായ പരിക്കുകളേറ്റത്. ഈ 5 പേരിൽ കൗശിക്കിന് സാരമായ പരിക്കുകളുണ്ട്, ഗുരുതരാവസ്ഥയിലാണ്. മെഡിസിറ്റി ആശുപത്രിയിൽ നിന്നും, കൊല്ലത്തെ മെഡിസിറ്റി സ്വകാര്യ ആശുപത്രിയിൽ നിന്നും തിരുവനന്തപുരത്തെ അനന്തപുരി ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. അനന്തപുരി ആശുപത്രിയിലെത്തി. ഒപ്പം തന്നെ ടിപ്പർ ഡ്രൈവറായ നിസാമിനെ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്തേക്ക് മാറ്റുകയാണ്. ഇപ്പോൾ കൊല്ലം മെഡിസിറ്റിയിൽ നിന്നും ആംബുലൻസ് പുറപ്പെട്ടിട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കാണ് ടിപ്പർ ഡ്രൈവറായ നിസാമിനെ മാറ്റുന്നത്. നിസാമിനും ഗുരുതരമായ പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. ഒപ്പം ഉണ്ടായിരുന്ന 3ാമത്തെ ആൾ ഋഷഭ് എന്ന് പറയുന്ന 15-കാരനാണ്. ഈ യുവാവിൻ്റെ ഈ വിദ്യാർത്ഥിയുടെ ചികിത്സ മെഡിസിറ്റി കൊല്ലത്ത് തന്നെ തുടരുകയാണ്. ഒപ്പം 13-കാരനായ നവനീത് കൃഷ്ണൻ, 15-കാരനായ ജിബിമോൾ എന്നിവരുടെ ചികിത്സ ഇവിടെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ നിലവിൽ നടക്കുകയാണ്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ അജയൻ ആചാര്യയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കൊണ്ടുപോകാനായിട്ട് ആംബുലൻസ് എത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, രാവിലെ പല പ്രതീക്ഷകളോടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയവരാണ്. അതിൽ 3 പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. ചേതനയേറ്റ ശരീരം ഇപ്പോൾ ഇവിടെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തീകരിച്ച് വീടുകളിലേക്ക് തിരികെ കൊണ്ടുപോകാൻ തയ്യാറെടുക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം കൊണ്ടുപോകാനായിട്ടുള്ള ആംബുലൻസ് ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോൾ നിലവിൽ